Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടിയിലും കണ്ണപുരത്തും ആധുനിക മത്സ്യമാർക്കറ്റുകൾ നിർമ്മാണം ആരംഭിച്ചില്ല. പഴയങ്ങാടിയിൽ 13 മത്സ്യസ്റ്റാളും 6 മുറികളും കണ്ണപുരത്ത് 12 സ്റ്റാളുകളും നിർമ്മിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. ഇതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടി പൂർത്തിയായില്ല. പ്രതിഷേധം വ്യാപകം. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 2 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തെക്കേ ബസാറിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് 2 നിലകളോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്ന മാടായി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം മറികടന്ന് ഫണ്ട് അനുവദിച്ചത് സെക്രട്ടറിയുടെ ബാധ്യതയായി തീരുമെന്നും സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അറിയിച്ചു. മെഗാ കേരള നടനത്തിന് ഒരുങ്ങുകയാണ് പയ്യന്നൂരിലെ 85ഓളം കലാകാരികൾ. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ കേരള നടനത്തിന്റെ അരങ്ങേറ്റം ഫെബ്രുവരി 24 പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയിൽ നടക്കും. വാർത്തകൾ വിശദമായി. പഴയങ്ങാടിയിലും കണ്ണപുരത്തും ആധുനിക മത്സ്യമാർക്കറ്റുകൾ നിർമ്മാണം ആരംഭിച്ചില്ല. ഇതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടി പൂർത്തിയായില്ല. പ്രതിഷേധം വ്യാപകം. കണ്ണപുരത്തും പഴയങ്ങാടിയിലും ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിന് എം.എൽ.എ. ഇടപെട്ട് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ മാർക്കറ്റ് നിർമ്മാണം എങ്ങുമെത്തിയില്ല. പഴയങ്ങാടിയിൽ 13 മത്സ്യസ്റ്റാളും 6 മുറികളും കണ്ണപുരത്ത് 12 സ്റ്റാളുകളും നിർമ്മിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. സ്ഥലം പരിശോധന കഴിഞ്ഞ് 2 വർഷമാകാറായിട്ടും തുടർ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഇരു മാർക്കറ്റിലും മാംസം വിൽപ്പനക്കുള്ള സൗകര്യവും മലിനജലം ശുദ്ധീകരിച്ച് പുറന്തള്ളുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞിരുന്നു. പഴയങ്ങാടിയിൽ 1.26 കോടിയും ചെറുകുന്ന് തറക്ക് 99.39 ലക്ഷം രൂപയുടെ ധനകാര്യ അനുമതിയുമാണ് കിഫ്ബിയിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർക്കറ്റ് നിർമ്മിക്കാൻ സർക്കാർ അനുവദിച്ചത്. ഏറെ നാളുകളായുള്ള ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് ആധുനിക മത്സ്യ മാർക്കറ്റ്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പ്രസ്തുത പ്രവൃത്തികൾ നിർവഹിക്കേണ്ടത്. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി എത്രയും വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് എം.എൽ.എ. നിർദ്ദേശം നൽകിയെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. ഒരുപാട് ആളുകൾ ദിവസേന ഈ താൽക്കാലിക ഷെഡിൽ നിന്നും മത്സ്യം വാങ്ങി പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത്രയും നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ ഉചിതമായ ഈ സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് പണിത് ഉപയോഗമാക്കണമെന്നാണ് പറയാനുള്ളത്. ഏഴോം പഞ്ചായത്ത് നിർമ്മിച്ച മത്സ്യ മാർക്കറ്റ് ഇപ്പോൾ മത്സ്യ കച്ചവടക്കാർ ഉപയോഗിക്കാതെ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന സ്ഥലമായി മാറി. റോഡരികിൽ ഷെഡ് കെട്ടിയാണ് ഇപ്പോൾ മത്സ്യ കച്ചവടം നടത്തുന്നത്. മത്സ്യ മാർക്കറ്റിന് സമീപത്തായി റിവർവ്യൂ പാർക്കിന് വേണ്ടി നിർമ്മിച്ച മൂത്രപ്പുര ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. മത്സ്യ മാർക്കറ്റ് ഉടനടി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും മത്സ്യ കച്ചവടക്കാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 2 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 2 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 2.5 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തെക്കേ ബസാറിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് 2 നിലകളോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസും
മുകളിലത്തെ 2 നിലകളിലായി താലൂക്കുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവകേരള സദസ്സിന് തുക നൽകില്ലെന്ന മാടായി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം മറികടന്ന് സെക്രട്ടറി ഫണ്ട് അനുവദിച്ചു. സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ. മാടായി പഞ്ചായത്ത് ഭരണസമിതിയുടെ 2023 സെപ്റ്റംബർ 9 ചേർന്ന യോഗത്തിൽ 5 നമ്പർ തീരുമാനപ്രകാരം നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഭരണസമിതിയുടെ തീരുമാനം മറികടന്ന് ഫണ്ട് അനുവദിച്ചത് സെക്രട്ടറിയുടെ ബാധ്യതയായി തീരുമെന്നും സെക്രട്ടറിക്കെതിരെ നടപടി ശുപാർശ ചെയ്യുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. 9/11/23 ചേർന്ന യോഗത്തിൽ വെച്ച് ഇത്തരം സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്നും അതിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്നും കൃത്യമായി തീരുമാനമെടുത്താണ്. ഈ തീരുമാനത്തെ മറികടന്നുകൊണ്ട് സെക്രട്ടറിയുടെ ഇഷ്ടപ്രകാരം അദ്ദേഹം ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് വേണം ഇപ്പോൾ വിശ്വസിക്കാൻ. ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ഇത് തീർത്തും പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമാണ്. ഒരു ഭരണസമിതിയുടെ തീരുമാനത്തെ മറികടന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ്. ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഭരണസമിതി ഏറ്റെടുക്കുകയും അതിൻ്റെ നിജസ്ഥിതി പഠിച്ച് ഈ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. UDF ഭരിക്കുന്ന മാടായി പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ചത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മെഗാ കേരള നടനത്തിന് ഒരുങ്ങുകയാണ് പയ്യന്നൂരിലെ 85 കലാകാരികൾ. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ കേരള നടനത്തിന്റെ അരങ്ങേറ്റം ഫെബ്രുവരി 24 പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയിലാണ്. മെഗാ തിരുവാതിരയും മെഗാ കോൽക്കളിയും മെഗാ പൂരക്കളിയും കടന്ന് മെഗാ കേരള നടനത്തിനൊരുങ്ങുകയാണ് പയ്യന്നൂരിലെ കലാകാരികൾ. 85 പേരാണ് കേരള നടനത്തിൽ ചുവടുവെക്കുന്നത്. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ 65ഉം 70ഉം വയസ്സുള്ളവർ വരെ ചുവടുവയ്ക്കുമ്പോൾ അത് പയ്യന്നൂരിന്റെ കലാചരിത്രത്തിൽ പുതിയ ഒരേടാകും. പയ്യന്നൂർ കോറോം സ്വദേശിനിയായ ശുഭ പ്രസാദാണ് കേരള നടനം അഭ്യസിപ്പിച്ചത്. 4 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇവർ അഭ്യസിക്കുന്നത്. പിന്നെ ശാസ്ത്രീയമായിട്ട് ഇവർ മുന്നേ പഠിച്ചവരൊന്നുമല്ല. പിന്നെ കേരള നടനത്തിനെക്കുറിച്ച് എന്താണെന്നും കൂടെ അറിയാണ്ട് വന്നവർ വരെ ഇതിലുണ്ട്. ഈ 2 വർഷം കൊണ്ടാണ് അവർ ഇത്രയും നന്നായിട്ട് ചെയ്യാനും ഇതിനെക്കുറിച്ച് അറിയാനും അവർക്ക് സാധിച്ചത്. അതുപോലെ കാപ്പാട്ട് കഴകം തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായാണ് ഇവർ പഠനം പൂർത്തിയാക്കിയത്. പദ്ധതി പ്രകാരം 1000 യുവകലാകാരന്മാർ സംസ്ഥാനത്ത് ഫെലോഷിപ്പിന് അർഹരായിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ളവർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ അവരുടെ കലകൾ അഭ്യസിക്കുവാനും അവരുടെ കഴിവുകൾ തെളിയിക്കുവാനുമുള്ള ഒരു അവസരം കൊടുക്കുന്നതിലൂടെ ഇത്തരം പദ്ധതികളിലൂടെ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കേരള നടനം 80ഓളം കലാകാരന്മാർ അണിനിരന്നുകൊണ്ട് അവരുടെ അരങ്ങേറ്റമാണ് 24-ാം തീയതി കാപ്പാട് കഴകത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ ഈ പരിശീലനവും അതുപോലെ ഈ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുള്ളത്. ലളിതകല, ക്ലാസിക്കൽ കല, നാടൻ കല, ക്ഷേത്രകല തുടങ്ങിയ വിഭാഗങ്ങളിലെ 47 ഇനങ്ങളിലാണ് പരിശീലനം. പയ്യന്നൂർ നഗരസഭയിൽ വിവിധ കലാ ഇനങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി 7 ഫെലോഷിപ്പ് കലാപരിശീലകരുണ്ട്. മെഗാ കേരള നടനത്തിന്റെ അരങ്ങേറ്റം ഫെബ്രുവരി 24 പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെ പഴയങ്ങാടിയിൽ വീണ്ടും പോലീസ് കേസെടുത്തു. മാട്ടൂൽ സമീറ സ്റ്റോപ്പിലെ സീൻ മഹലിൽ മുഷ്താഖ് പാറക്കണ്ടിയുടെ പരാതിയിലാണ് കേസ്. നിക്ഷേപത്തുകയും ലാഭവിഹിതവും നൽകാതെ വഞ്ചിച്ചെന്ന പരാതിയിൽ ഫാഷൻ ഗോൾഡ് ഉടമകൾക്കെതിരെ വീണ്ടും കേസ്. മാട്ടൂൽ നോർത്തിലെ മുസ്താഖ് പാറക്കണ്ടിയുടെ പരാതിയിൽ സ്ഥാപന ഉടമകളായ ചന്തേരിയിലെ പൂക്കോയ് തങ്ങൾ, മുൻ MLA MC ഖമറുദ്ദീൻ എന്നിവർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. 2015 പരാതിക്കാരന്റെ പിതാവിന്റെ പേരിൽ 20 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ഇട്ടപ്പുറം 20ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. UDFിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി SH മൊക്സീനയും
LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി SP ആയിഷ ബിയും തമ്മിലാണ് മത്സരിച്ചത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഉപതെരഞ്ഞെടുപ്പ് വൈകിട്ട് 5 മണിക്ക് സമാപിച്ചു. UDF അംഗമായ SLP സുഫൈജത്ത് ബീവി രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഴയങ്ങാടി SI വത്സരാജിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പോളിംഗ് സ്റ്റേഷനിൽ നിലയുറപ്പിച്ചിരുന്നു. മുട്ടം ഗവൺമെന്റ് മാപ്പിള LP സ്കൂളായിരുന്നു പോളിംഗ് കേന്ദ്രം. 2 ബൂത്തുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 1393 വോട്ടർമാർ ഉള്ള വാർഡിൽ 781 സ്ത്രീ വോട്ടർമാരും 612 പുരുഷ വോട്ടർമാരുമാണുള്ളത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മാടായി ഗ്രാമപഞ്ചായത്തിൽ വോട്ടെണ്ണൽ നടക്കും. 11 മണിയോടെ ഫലമറിയാം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം കടാങ്കോട്ടുമാക്കം ഭഗവതി ക്ഷേത്രം ആരൂഢ തറവാട് കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 23, 24 തീയതികളിൽ നടക്കും. മാക്കത്തിന്റെ തറവാടും ഐതിഹ്യവും അറിയാം. കടാങ്കോട്ടുമാക്കത്തിന്റെ ആരൂഢ സ്ഥാനമാണിത്. കടാങ്കോട്ടുമാക്കം ജനിച്ച് വളർന്ന തറവാട് വീട് കുഞ്ഞിമംഗലത്താണ്. എല്ലാ വർഷവും ഇവിടെ കളിയാട്ട മഹോത്സവം ഈ തറവാട്ടുകാർ നടത്തി വരുന്നുണ്ട്. കുഞ്ഞിമംഗലം ആരൂഢ തറവാട് ശ്രീ കടാങ്കോട്ടുമാക്കം ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സാധാരണ നടത്തുന്നത് പോലെ ഈ ഫെബ്രുവരി മാസം 23, 24 തീയതികളിൽ നടത്തുകയാണ്. ഉത്സവം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടി ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കൊല്ലമായി ഇതൊരു ട്രസ്റ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. ഉത്സവം തറവാട്ടിലെ അംഗങ്ങളടങ്ങുന്ന ഒരു ട്രസ്റ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. തറവാട്ടിലെ അംഗങ്ങൾ മെമ്പർമാരായിട്ടില്ല, അതിൽ നിന്ന് ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ചതി കൊണ്ട് തന്നെ മരണം വരിക്കുകയും ദൈവക്കോലമായി മാറുകയും ചെയ്ത കഥയാണ് കടാങ്കോട്ടുമാക്കത്തിന് പറയാനുള്ളത്. 12 ആങ്ങളന്മാരുടെ കുഞ്ഞു പെങ്ങളായിരുന്നു കടാങ്കോട്ടുമാക്കം. മാക്കത്തിനെ വലിയ വാത്സല്യത്തോട് തന്നെയായിരുന്നു ആങ്ങളമാർ നോക്കി വന്നിരുന്നതും. വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി നമ്പർ എന്ന മുറച്ചെറുക്കനുമായി മാക്കത്തിൻ്റെ കല്യാണം നടത്തിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷവും സഹോദരന്മാരുടെ ഭാര്യമാരുടെയൊക്കെ കൂടെ തറവാട്ടിൽ തന്നെ, അന്ന് മരുമക്കത്തായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തറവാട്ടിൽ തന്നെയാണ് മാക്കം നിന്നുപോയിരുന്നത്. സഹോദരന്മാർ കൂടുതലായി മാക്കത്തെ സ്നേഹിക്കുന്നു എന്ന് കണ്ട ഈ ഭാര്യമാർക്ക് വലിയ വിദ്വേഷം തന്നെ മാക്കത്തിനോട് തോന്നുകയാണ്. എങ്ങനെയും മാക്കത്തെ വകവരുത്തണമെന്ന ചിന്തയിലായി പിന്നീട് അവരുടെ ജീവിതം. സഹോദരന്മാർ പടക്ക് പോയിരുന്ന സമയം നോക്കി മാക്കത്തിനായുള്ള ഒരു ചതിയും അവരൊരുക്കി. അങ്ങനെയൊരു ദിവസമാണ് വാണിയൻ എണ്ണയുമായി തറവാട്ടിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ സഹോദരിമാരൊക്കെ, അതായത് സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ നാത്തൂന്മാരൊക്കെ പല വഴിക്കായി ഒളിഞ്ഞു നിൽക്കുകയും എണ്ണയും കൊണ്ട് വാണിയൻ വിളിച്ചു പറഞ്ഞിട്ടും തറവാട്ടിനകത്തു നിന്ന് ആരുടെ ശബ്ദവും കേൾക്കുകയും ചെയ്യാതിരുന്ന സമയത്ത് തിരണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞിമാക്കം വന്ന് എണ്ണത്തൂത്തിക തൊട്ട് അശുദ്ധമാക്കണ്ട എന്ന് കരുതി ഒരു കാലെടുത്ത് അകത്ത് വച്ച് എണ്ണത്തൂത്തിക വീടിനകത്തേക്ക് വെച്ചോളൂ എന്ന് വാണിയനോട് വിളിച്ചു പറയുകയായിരുന്നു. അത്തരത്തിൽ എണ്ണത്തൂത്തിക വയ്ക്കാൻ വേണ്ടി ഒരു കാലെടുത്ത് വെച്ച് വാണിയൻ എണ്ണത്തൂത്തിക വയ്ക്കുകയും തിരിഞ്ഞ് തറവാടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒളിച്ചു നിന്നിരുന്ന നാത്തൂന്മാരൊക്കെ ഓടിയെത്തുകയും വാണിയൻ കുഞ്ഞുമാക്കത്തെ കാണാനാണ് ഈ തറവാട്ടിലോട്ട് കയറി വന്നതെന്നും ഇവർ തമ്മിൽ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. സഹോദരന്മാർ പടക്ക് പോയി തിരിച്ചു വന്ന സഹോദരന്മാർ ഇത് വിശ്വസിക്കുകയും മാക്കം എണ്ണിപ്പറഞ്ഞിട്ടും മാക്കത്തിൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയും ചെയ്തു. പടക്ക് പോയി വന്നതിന് ശേഷം കോട്ടയത്ത് വിളക്കുമാടം കാണാൻ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ കോട്ടയത്തേക്ക് വിളക്കുമാടം കാണാൻ വേണ്ടി പോകുമ്പോൾ കൂടെ ചാത്തുവും ചീരുവും, മാക്കത്തിൻ്റെ 2 മക്കളായ ചാത്തുവും ചീരുവും മാക്കവും കൂടെ പോവുകയാണ്. അങ്ങനെ കണ്ണൂർ ചാലയിലെത്തിയപ്പോൾ വല്ലാത്ത ദാഹം തോന്നുകയും ചാല പുതിയ വീട്ടിൽ കയറിപ്പോവുകയും വെള്ളം വേണമെന്ന് പറയുകയും ചെയ്തു. തേജസ്വികളായ 2 കുഞ്ഞുങ്ങളെയും തേജസ് തുളുമ്പുന്ന കുഞ്ഞുമാക്കത്തെയും കണ്ടപ്പോൾ
വെള്ളത്തിന് പകരം പാല് തന്നെ തണുപ്പിച്ച് ആറിച്ച് അവർക്ക് കൊടുക്കുകയായിരുന്നു അവിടുത്തെ വീട്ടമ്മ. ഇതിൽ സന്തോഷം തോന്നിയ കുഞ്ഞുമാക്കം തൻ്റെ കോയപ്പൊന്നൂരി ആ വീട്ടമ്മയ്ക്ക് നൽകുകയും പിന്നീട് യാത്ര തുടരുകയുമായിരുന്നു. വീണ്ടും കുറേ ദൂരം നടന്നപ്പോൾ കുട്ടികൾ വീണ്ടും ദാഹിക്കുന്നുവെന്ന് പറയുന്നു. വഴിക്കരികിൽ തന്നെ കാണുന്ന ഒരു കിണറിൽ ഇവർ വെള്ളമെടുക്കാനായി പോവുകയും വെള്ളമെടുത്ത് കുട്ടികളുടെ ദാഹം അകറ്റുകയും ചെയ്തു. ആ സമയത്താണ് സഹോദരന്മാർ മാക്കത്തിന് ഒരു ചതിയൊരുക്കിയിരുന്നത്. നോക്കൂ, നട്ടുച്ചയ്ക്കും നക്ഷത്രം തിളങ്ങി നിൽക്കുന്നത് കണ്ടോ കുഞ്ഞുമാക്കേ എന്ന് സഹോദരന്മാർ ചോദിച്ചത് കേട്ട് ആകാശത്തേക്കൊന്ന് തലയുയർത്തി നോക്കിയ തക്കം നോക്കി വാളിന് വെട്ടി വീഴ്ത്തുകയായിരുന്നു, ഉറുമിക്ക് വെട്ടി വീഴ്ത്തുകയായിരുന്നു മാക്കത്തിൻ്റെ തല എന്നാണ് പറയുന്നത്. 2 കുഞ്ഞുങ്ങളെയും, ചാത്തുവിനെയും ചീരുവിനെയും ഒപ്പം വെട്ടിയരിഞ്ഞ് ആ കിണറിൽ തള്ളി. ആ വഴി വന്നിരുന്ന ഒരു മാവിലനും ഈ ദൃശ്യം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാവിലിനെയും വെട്ടിയരിഞ്ഞ് ആ കിണറിൽ തള്ളുകയായിരുന്നു സഹോദരന്മാർ ചെയ്തത്. ഇവരുടെ മരണത്തിന് ശേഷം സഹോദരന്മാരും തമ്മിൽ തല്ലി മരണം വരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം മാക്കത്തിൻ്റെ ശാപം പോലെ ഈ തറവാടും നിന്ന് കത്തിയത്രേ. കൊട്ടിലകം മാത്രം, വീരചാമുണ്ടി വസിച്ചിരുന്ന കൊട്ടിലകം മാത്രം കത്താതെ നിന്നു. മറ്റ് തറവാടിലുണ്ടായിരുന്ന സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ ഭ്രാന്ത് വരികയും കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. നാത്തൂന്മാരുടെയും സഹോദരന്മാരുടെയും ചതിയിൽപ്പെട്ട് മരണം വരിച്ചെങ്കിലും പിന്നീട് ദൈവക്കോലമായി പുനർജനിച്ച മാക്കത്തിനും മക്കൾക്കും മാവിലനും ഈ തറവാടിന് അടുത്ത് തന്നെ ആരൂഢമൊരുങ്ങുകയുണ്ടായി. ഇവിടെയാണ് ഇപ്പോൾ വർഷാവർഷം മഹോത്സവം, കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ദൈവക്കോലത്തിൽ മാക്കവും മക്കളും വന്ന് നാടിനു മുഴുവൻ അനുഗ്രഹം ചൊരിയുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും CPI നേതാവും മാതൃകാ അധ്യാപകനുമായിരുന്ന TN നാരായണൻ അടിയോടിയുടെ 41ാം ചരമദിനം ആചരിച്ചു. പയ്യന്നൂർ വ്യാപാരി ഹാളിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPI നേതാവും മാതൃകാ അധ്യാപകനുമായിരുന്ന TN നാരായണൻ അടിയോടിയുടെ 41ാം ചരമദിനം ആചരിച്ചു. പയ്യന്നൂർ വ്യാപാരി ഹാളിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൻ്റെ പെരുമ ഇപ്പോൾ കളിയാട്ടത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അവിടെയാണ് ആനന്ദ തീർത്ഥൻ്റെ ജീവിതവും ആശയവുമായി ആകർഷ്ടനായി അടിയോടി മാഷെത്തിച്ചേർത്തത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലഘട്ടം, പൊതുപ്രവർത്തനത്തിലേക്ക് ആളുകൾ എത്തിപ്പെടുക, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരൊക്കെ ചിന്തിക്കാത്ത, ആലോചിക്കാത്ത ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. മണ്ഡലം സെക്രട്ടറി M. രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ KV ബാബു അനുസ്മരണം നടത്തി. താവം ബാലകൃഷ്ണൻ, KR ചന്ദ്രകാന്ത്, V. ബാലൻ, NP ഭാസ്കരൻ, KV പത്മനാഭൻ, KP രാഘവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിൽ IT ഫെസ്റ്റിന് തുടക്കമായി. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജിജുറ്റ്സു IT ഫെസ്റ്റിന് തുടക്കമായി. TI മധുസൂദനൻ MLA IT ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. IT ഫെസ്റ്റിന്റെ ഈ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. വളരെ സങ്കീർണതയുള്ള ഒരു വൈജ്ഞാനിക വളർച്ചയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ കാലമല്ല ഇത്. ഇന്ന് വരുമ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പുസ്തകം വളരെ പ്രസിദ്ധനായ ഒരു ലോക ചിത്രകാരൻ്റെ ചിത്രത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളുള്ള ഒരു പുസ്തകം. ആ ചിത്രം നിങ്ങളെത്ര വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിത്രം വായിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ചിത്രം വായിക്കേണ്ട ഒരു കാര്യമാണ്. കോളേജ് ഭരണസമിതി ചെയർമാൻ IV ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് MD വിജയൻ അടുക്കാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KM പ്രസീദ്, ഫെസ്റ്റ് കോർഡിനേറ്റർ P. രഹന, TV രമേശൻ, N. രാമകൃഷ്ണൻ, C. അർജുൻ, KV നിരഞ്ജന എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി കോഡിംഗ്, IT ക്വിസ്, ട്രഷർ ഹണ്ട്, പ്രൊജക്ട് പ്രസന്റേഷൻ എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നു. വിവിധ IT ഇതര കമ്പനികളുമായി ചേർന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് സെമിനാറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വിഷയത്തിൽ വർക്ക്ഷോപ്പ് എന്നിവ നടക്കും. ആർട്ട് എക്സിബിഷനും IT ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് IT ഫെസ്റ്റ് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുതാഴം കോവലിലെ 2 യുവ കർഷകർ ഒരുക്കിയ 2.5 ഏക്കർ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുതാഴം കോവലിൽ സുഭാഷ്, സുനേഷ് എന്നീ യുവ കർഷകർ ഒരുക്കിയ 2.5 ഏക്കർ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ നിർവഹിച്ചു. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന വില നമ്മുടെ കമ്പോളത്തെ ആകെ ഇല്ലാണ്ടാവും. അത് നമ്മൾ ഗുണമേന്മ ഉള്ള ഇത് കൊടുത്താലും ആ സമയത്തുണ്ടാകുന്ന വില നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഇവിടെ സുഭാഷെല്ലാം വളരെ ആവേശത്തിലാണ്. അത് കാണുമ്പോഴാണ് എനിക്ക് അതാ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ പഠിക്കുന്ന സമയത്ത് ഹോളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു കർഷകനായ മാറുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരിക്കലും ഈ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് യഥാർത്ഥത്തിൽ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, വൈസ് പ്രസിഡന്റ് പി രോഹിണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അംബുജാക്ഷൻ, മെമ്പർ യു രാമചന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശശി പോറയിൽ എന്നിവർ സംസാരിച്ചു. സുഭാഷ് സുരേഷ് കൂട്ടായ്മയുടെ പംകിൻ പച്ചക്കറി ഗാർഡൻ എന്ന പേരിലറിയപ്പെടുന്ന തോട്ടത്തിലാണ് പച്ചക്കറി കൃഷി ഒരുക്കിയത്. ഭൂരിഭാഗവും പന്തലിനത്തിൽപ്പെട്ട കയ്പ, താലോലി, പടവലം, പയർ തുടങ്ങിയ ഇനങ്ങളും വെണ്ട, ചീര എന്നിവയുമാണ് കൃഷി ചെയ്ത് പൂർണ്ണ വിജയത്തിൽ എത്തിയത്. കാർഷിക മേഖലയിൽ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജോൺസൺ പുഞ്ചക്കാടിന് നാടിന്റെ ആദരം. ഫെബ്രുവരി 25-ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന മുളന്തണ്ടിന് പറയാനുണ്ട് ആദരം പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ആദരം പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജോൺസൺ പുഞ്ചക്കാട് ഈ രംഗത്ത് 50 വർഷം തികയുന്നു. പുല്ലാങ്കുഴൽ കലാകാരൻ, സംഗീത സംവിധായകൻ, സൗണ്ട് എഞ്ചിനീയർ തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ജോൺസൺ പുഞ്ചക്കാടിനെ നാട് ആദരിക്കുന്നു. മുളന്തണ്ടിനും പറയാനുണ്ട് പരിപാടി ഫെബ്രുവരി 25-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹരിമോഹനൻ മാസ്റ്ററുടെ ശിവപാലതാളം, കുണ്ടയംകോവൽ നാട്യകൈലാസത്തിന്റെ ഭരതനാട്യം, കരിവള്ളൂർ G4 സംഗീത വിദ്യാലയത്തിന്റെ ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ, ലീജ ദിനോബിന്റെ വരനടനം, അലോഷിയുടെ ഗസൽ എന്നിവ നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സംഗീതജ്ഞൻ ഡോക്ടർ C രാമചന്ദ്രൻ, സിനിമാ താരം സുശീൽ കുമാർ തിരുവങ്ങാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും. സംഗീതജ്ഞൻ ഡോക്ടർ C ഗോപാലകൃഷ്ണൻ, സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് M പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ജോൺസൺ പുഞ്ചക്കാടിന്റെ ആത്മകഥ മുളന്തണ്ടിനും പറയാനുണ്ട് പുസ്തക പ്രകാശനവും നടക്കും. കവി മാധവൻ പുറച്ചേരി പുസ്തക പരിചയം നടത്തും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്ക് ജോൺസൺ പുഞ്ചക്കാടിന്റെ നേതൃത്വത്തിൽ ഫ്ലൂട്ട് ഫ്യൂഷൻ നടക്കും. 8 മണിക്ക് ഒക്ടേവ് പിലാത്തറയുടെ ഗാനമേളയും അരങ്ങേറും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂളുകൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. നഗരസഭാതല വിതരണോദ്ഘാടനം വെള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂളുകൾക്ക് അനുവദിച്ച ഫർണിച്ചറിന്റെ നഗരസഭാതല വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വിദ്യാലയങ്ങൾക്ക് കൈമാറുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പദ്ധതിയിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ നാരായണ മാസ്റ്റർ ഏറ്റവും ഭംഗിയായി വളരെ സമയബന്ധിതമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നമുക്ക് വിദ്യാലയങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ PV നാരായണൻ പദ്ധതി വിശദീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ TP സമീറ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ VV സജിത, കൗൺസിലർ T ദാക്ഷായണി, പ്രിൻസിപ്പൽ KA ബാബു, HM ദീപ, സ്റ്റാഫ് സെക്രട്ടറി KK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയ്ക്കകത്തെ 5 ഹൈസ്കൂളുകൾക്കായി 12 ലക്ഷം രൂപ ചെലവിൽ 77 ഡെസ്ക്, ബെഞ്ച് എന്നിവയാണ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായുള്ള വളപ്പ് മത്സ്യകൃഷി ഉദ്ഘാടനം മുല്ലക്കോട് ഡാമിന് സമീപം നടന്നു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു.
ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായി ജനകീയ മത്സ്യകൃഷി, പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന എന്നീ പദ്ധതികൾ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് ജനകീയ മത്സ്യ പദ്ധതിയിലെ ഘടക പദ്ധതിയായ വളപ്പു മത്സ്യകൃഷി മുല്ലക്കോട് ഡാമിന് സമീപം പയ്യന്നൂർ MLA ടി. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തത്. അതിനെ അതിരുതിരിച്ച് അതിനുള്ളിൽ വളരുന്നതിനുള്ള എല്ലാ നിലയിലുള്ള കാര്യങ്ങളും 4 പേരുടെ ഒരു ഗ്രൂപ്പാണ് അത് ഏറ്റെടുത്തത്. അവർ ഇനി എല്ലാ സമയങ്ങളിലും അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. മറ്റുള്ളവർക്ക് കൂടി ഇതൊരു ഉപവഴിയായിട്ട് സ്വീകരിക്കുക. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, തമാശ കൊണ്ട് തള്ളിക്കളയാൻ പറഞ്ഞതുമല്ല. പുഴകളിൽ നിശ്ചിത അളവിൽ മുള ഉറപ്പിച്ച് വല ഉപയോഗിച്ച് അടച്ചുകെട്ടി വളപ്പുകൾ നിർമ്മിച്ചാണ് കൃഷി ചെയ്യുന്നത്. ആരാം റിവർ വ്യൂ, സ്വാതി, ഫ്രണ്ട്സ് എന്നീ ഗ്രൂപ്പുകളാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ വളപ്പ് മത്സ്യകൃഷി ചെയ്യുന്നത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വസന്ത രവി, പ്രഭാഷ് ലാൽ, ഫ്രണ്ട്സ് ഗ്രൂപ്പ് അംഗങ്ങളായ വിഗേഷ്, ലിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബിഹൈൻഡ് ദി കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് കണ്ണൂരിന്റെ 8ാമത് സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാര വിതരണം മാർച്ച് 27-ന് ലോക നാടക ദിനത്തിൽ കണ്ണൂരിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ ചെറുകുന്നിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2004 നാടക പ്രതിഭയായി സുജാത, ജനനേത്രി തൃശൂർ, നാടകരംഗത്തെ യുവപ്രതിഭയായി അരുൺലാൽ പാലക്കാട്, നാടകരചനയ്ക്കുള്ള സാഹിത്യശ്രീ പുരസ്കാരം ശ്രീധരൻ സംഘമിത്ര, പ്രവാസി നാടക മേഖല പുരസ്കാരം ബാബുരാജ് ഉറവ് ദുബായ്, ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങരയെ ഗുരുപൂജ പുരസ്കാരം നൽകിയും ആദരിക്കും. ക്യാഷ് അവാർഡും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 27-ന് ലോക നാടക ദിനത്തിൽ കണ്ണൂരിൽ വച്ച് വിതരണം ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ ഉണ്ണിരാജ് ചെറുവത്തൂർ, ബിജു ഇരുണാവ്, TP സുനിൽകുമാർ, VV മോഹനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ യൂത്ത് സെന്റർ ഗ്രന്ഥാലയം കെമിസ്ട്രി നൈറ്റ്സിന്റെ ഭാഗമായി സ്റ്റഡി മെറ്റീരിയൽ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. ശിവകുമാർ പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂർ യൂത്ത് സെന്റർ ഗ്രന്ഥാലയം തുടർച്ചയായ 4ാം വർഷവും സംഘടിപ്പിക്കുന്ന കെമിസ്ട്രി നൈറ്റ്സിന്റെ ഭാഗമായി സ്റ്റഡി മെറ്റീരിയൽ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. ശിവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ CV രാജു നയിക്കുന്ന സൗജന്യ പൊതുപരീക്ഷ രസതന്ത്ര പാഠശാലയിൽ +1, +2 പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി റിവിഷൻ, മൊഡ്യൂൾ, മാതൃകാ ചോദ്യങ്ങൾ, പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യപരമ്പര, ഷോർട്ട് കട്ട് ടെക്നിക്കുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽ. ഗ്രന്ഥാലയം പ്രസിഡന്റ് E. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ MP ചിത്ര, V. ജയകുമാർ, S. പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നമ്പർ 616 ഹരിതം പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഹരിതം പ്രൊജക്ടിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം കോറവയലിൽ 25 സെന്റ് സ്ഥലത്ത് നടത്തിയ നെൽകൃഷി വിളവെടുത്തു. കൊയ്ത്തുത്സവം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന ഉദ്ഘാടനം ചെയ്തു. ദൗത്യം ഏറ്റെടുത്തിൽ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ ഇപ്പോൾ കാർഷിക മേഖലയിൽ പണിക്കാരെ കിട്ടുന്നില്ല, അതുപോലെ തന്നെ കൃഷി നടക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഇവർക്കൊരു പാഠം തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നതെന്നുള്ളത്. ആദ്യം തൊട്ട് കൃഷി ചെയ്യുമ്പോൾ തന്നെ അവർ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ണികൃഷ്ണൻ അരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കോറവയൽ പാടശേഖര സമിതി സെക്രട്ടറി U. ഭാസ്കരൻ, ഗീത CV, പവിത്ര M, പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി, വളണ്ടിയർ ലീഡർ വാണി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. കോറൂം പനയന്തട്ടിപ്പടി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. കോറോം പനയന്തട്ടപ്പടി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം അധിവാസം വിടർത്തൽ, പ്രസാദ പ്രതിഷ്ഠ, ബ്രഹ്മകലശാഭിഷേകം, നിത്യനിദാന പ്രാർത്ഥന, ആചാര്യദക്ഷിണ, പ്രസാദ വിതരണം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. ദീപാരാധന, ഭജന, പൂജ, ഗുരുസി എന്നിവയും നടന്നു. തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
KKN പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്ക് ഉപയോഗിക്കുവാൻ കേശദാനം നടത്തി. ഡോക്ടർ രമ്യ KN ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരളയുമായി ചേർന്ന് നടത്തിയ കേശദാനം ഡോക്ടർ രമ്യ KN ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡിയൊക്കെ ചെയ്ത് കാണും. അതിനായിരിക്കുമല്ലോ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയത്. അപ്പം ക്യാൻസർ പേഷ്യൻസ് അപ്പം നമുക്കിന്ന് ഈ പ്രഷറും ഷുഗറും പോലെ തന്നെ വളരെയധികം ഇപ്പം പ്രചാരം അർഹിക്കുന്നതെന്ന് തന്നെ പറയാം. ക്യാൻസർ രോഗമാണ് അല്ലേ. പല പ്രതിരോധ മാർഗങ്ങളൊക്കെ ഇതിനുണ്ട്. എന്നാലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇത് നമ്മൾ പിടിച്ചു വാങ്ങി നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നത് പോലെയായി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. PTA പ്രസിഡന്റ് VV ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലഡ് ഡൊണേഴ്സ് കേരള ജില്ലാ പ്രസിഡന്റ് സിനി ജോസഫ് മുടി ഏറ്റുവാങ്ങി. ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദ്, അജീഷ് തടിക്കടവ്, വിജി വിനോദ്, രാജേഷ് കുമാർ, പ്രിൻസിപ്പൽ K അനിൽ, പ്രോഗ്രാം ഓഫീസർ C ഷീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടിയിലും കണ്ണപുരത്തും ആധുനിക മത്സ്യമാർക്കറ്റുകൾ നിർമ്മാണം ആരംഭിച്ചില്ല. പഴയങ്ങാടിയിൽ 13 മത്സ്യസ്റ്റാളും 6 മുറികളും കണ്ണപുരത്ത് 12 സ്റ്റാളുകളും നിർമ്മിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. ഇതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടി പൂർത്തിയായില്ല. പ്രതിഷേധം വ്യാപകം. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 2 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിക്കും. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തെക്കേ ബസാറിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് 2 നിലകളോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്ന മാടായി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം മറികടന്ന് ഫണ്ട് അനുവദിച്ചത് സെക്രട്ടറിയുടെ ബാധ്യതയായി തീരുമെന്നും സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അറിയിച്ചു. മെഗാ കേരള നടനത്തിന് ഒരുങ്ങുകയാണ് പയ്യന്നൂരിലെ 85ഓളം കലാകാരികൾ. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ കേരള നടനത്തിന്റെ അരങ്ങേറ്റം ഫെബ്രുവരി 24 പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.